ഒരു യുണീക്ക് ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു ക്രോസ് ഓവർ. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോൺട്രവേഴ്സി വരികയൊക്കെയുണ്ടായി. എന്തായിരുന്നു അതിൻ്റെ വസ്തുത? അതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്, ഒരാൾക്കിപ്പം ഒരു മനഃപൂർവ്വം എന്നെ ഒരു പേഴ്സണൽ ഇഞ്ചുറി ഇൻഫ്ലിക്റ്റ് ചെയ്യുകയും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും. അവർക്ക് അതിലുണ്ടാവുന്ന ഒരു പേഴ്സണൽ ഗെയിനും വേണ്ടിയിട്ടാണ് അത്. അതിനിപ്പോൾ റെസ്പോണ്ടിങ് എന്ന് പറയണത് നമുക്ക് ഒരു ലോജിക്കൽ റെസ്പോൺസ് പറ്റില്ല, പറഞ്ഞാലും അത് മനസ്സിലാവില്ല നമ്മൾക്ക്. അതിന് ഞാൻ ലീഗൽ പ്രൊസീഡിങ്സ് അതിനെതിരെ ഞാൻ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വ്യക്തി പറയുന്നത് അവർ ISL മാത്രം, അവരുടെ ആശയം കറക്റ്റായി പറയാം, അവരെന്നെ പറയുന്നതാണ് ISL മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു യുണീക്ക് ഡാൻസ് ഫോം, നൃത്തരൂപം അവരുണ്ടാക്കി, അവർ സ്വയം ഉണ്ടാക്കുകയാണ്. അതിലൂടെ ഈ ശ്രവണ പരിമിതിയുള്ള കുട്ടികൾക്ക് ക്ലാസിക് പാട്ടുകൾ അതിലൂടെ പരിചയപ്പെടുത്തുകയും അവർ ജനങ്ങൾക്ക് ISLും പരിചിതമാക്കുന്നു. ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ഡെഫ് ആൻഡ് ഹാർഡ് ഓഫ് ഹിയറിംഗ് കമ്മ്യൂണിറ്റി, ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്, ഡെഫ് ആൻഡ് ഹാർഡ് ഓഫ് ഹിയറിംഗ് കമ്മ്യൂണിറ്റി ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ്. ഇതാണ് അവരുടെ ആശയം. ഇതൊന്നുമല്ല എൻ്റെ ആശയം. അപ്പോൾ ഞാൻ ISL മാത്രം ഉപയോഗിക്കുന്ന ഒരു യുണീക്ക് ഡാൻസ് ഫോം അല്ല, പെർഫോമൻസ്. ISL മാത്രമല്ല അവിടെ വരുന്നത്, മറ്റുള്ളവരേക്ക് ISL പഠിപ്പിക്കാൻ ഞാനൊരു ISL ടീച്ചറോ ഇൻസ്ട്രക്ടറോ ഒന്നുമല്ല. ഐ ആം ഓൺലി എ ഡാൻസർ. അവിടെ തന്നെ ആശയം പോയി. എന്താ വെച്ചാൽ ലാംഗ്വേജ് അതാണ് ചോദിച്ചത്. അവരുടെ ഭാഗത്തു നിന്നൊക്കെ വന്ന അലിഗേഷൻ അതായിരുന്നു, ഇത്ര എളുപ്പത്തിൽ എങ്ങനെ സൈൻ ലാംഗ്വേജ് പഠിക്കാനാണ് ഒരാൾ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവർ യുണീക്ക് ഡാൻസ് ഫോം എന്ന് പറയുമ്പോൾ പലരും നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഒരു ഡാൻസ് ഫോം ക്രിയേറ്റ് ചെയ്യാൻ മാത്രമുള്ള ക്രെഡൻഷ്യൽസ് അവർക്കുണ്ടോ? അപ്പോൾ നമുക്കൊന്ന് ആ ഡാൻസ് ഫോം ആദ്യം ഒന്ന് ഒബ്സർവ് ചെയ്യാം. അവർ യുണീക്ക് ഡാൻസ് നൃത്തരൂപം അവരങ്ങോട്ട് സ്വയം എസ്റ്റാബ്ലിഷ് ചെയ്ത്, ആര് അപ്രൂവ് ചെയ്തു, ആര് എസ്റ്റാബ്ലിഷ് ചെയ്തു? ഈ ഇന്ത്യയിലുള്ള ഒരു കേരളത്തിൽ നിന്ന് ഒരു ഡാൻസ് ഫോം രൂപപ്പെടുമ്പോൾ നമ്മളൊക്കെ എങ്ങനെ അറിയാണ്ട് പോയത്? അദ്ദേഹം കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ ഞാനും എൻ്റെ സർക്കിളിലുള്ള ആരും കേട്ടിട്ടില്ല ഈ പറയുന്ന പ്രാക്ടീഷണേഴ്സ്. ഡാൻസ് ഫോം അപ്പോൾ യുണീക്ക് ആവണം. അത് നോക്കുമ്പോൾ അവർ തന്നെ മോഹിനിയാട്ടം വേഷമിട്ട് ഭരതനാട്യത്തിൻ്റെ മൂവ്മെൻറ്റും ഇട്ട് അതെങ്ങനെ യുണീക്ക് ആവും? ഫോം എന്ന് പറയുമ്പോൾ പാരാമീറ്റേഴ്സ് ഉണ്ട്, ഡിഫൈൻ ചെയ്യപ്പെടുന്നില്ല. അത് ഇറ്റ് ഈസ് ക്വസ്റ്റ്യനബിൾ. പിന്നെ ISL അവർ ഉപയോഗിക്കുന്നു ഹസ്താഭിനയമായി സ്വാതി തിരുനാൾ പാട്ടുകളിൽ. ISL പഠിച്ച ആർക്കും പാട്ടിന് ഉപയോഗിക്കാം. അതിപ്പോൾ ഒരു ഡാൻസ് ഫോം ആവുന്നില്ല. ഫോം ഡിഫൈൻ ചെയ്യപ്പെടണം. പിന്നെ അവർ ISL ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കും. നല്ല കാര്യം, അതൊക്കെ നല്ല കാര്യം. പക്ഷേ എൻ്റെ ഇതൊന്നുമല്ല. ഒരു ടീച്ചർ കണ്ടിട്ട് ഇതെങ്ങനെ ഒരു ഡെഫിനറ്റ്ലി അത് നമ്മളെ ആ ഇഞ്ചുറി വരുത്താനുള്ള മോട്ടീവാണ്. അപ്പോൾ ഞാൻ DHH കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ പോകാനുള്ള സർക്കംസ്റ്റൻസസ് എനിക്ക് ഉണ്ടാവാറുണ്ട്. ദാറ്റ് ഇസ് ഡെഫ് ആൻഡ് ഹാർഡ് ഓഫ് ഹിയറിംഗ് കമ്മ്യൂണിറ്റി. സാധാരണ കേൾവി ശക്തിയുള്ള ആൾക്കാർക്ക് തന്നെ നമ്മുടെ ക്ലാസിക്കൽ ഫോമിൻ്റെ ലാംഗ്വേജ് എത്രയോ പേര് നമുക്കിതൊന്നും മനസ്സിലാവില്ല പറയുന്ന ആൾക്കാരാണ്. ഇവരിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ISL ഒരു ഇൻ്റർവീനിങ് മീഡിയമായി വന്ന് എൻ്റെ ആർട്ട് ഫോം, ഞാൻ മോഹിനിയാട്ടത്തിൽ സൃഷ്ടിച്ച എൻ്റെ കുറച്ച് വർക്കുണ്ട്, ഈ വർക്ക് അവരിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. ഈ വർക്കിൽ ദെയർഫോർ അവരുടെ ISL എൻ്റെ വർക്കിലുള്ള എസ്തെറ്റിക് ലാംഗ്വേജ്, മോഹിനിയാട്ടത്തിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്, അതിൻ്റെ വേറൊരു ലക്ഷണഗ്രന്ഥത്തിൻ്റെ മുദ്രാഭാഷയും കൂടെ ഇതിലൂടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. ISL ഓൺലി കംസ് ആസ് എ മീഡിയം. ഇതെങ്ങനെ ഒരാശയമില്ല.